ഹായ് ഓൾ, വെൽക്കം ടു മിയാനി കിച്ചൺ. ഇന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പ് തയ്യാറാക്കാൻ പോവാണേ. അപ്പോൾ ഇത് കുറച്ച് ഗാർഡൻ ഫ്രഷ് ചീരയാണ്, പച്ച ചീര, നല്ല ഫ്രഷ് ഇലയാണ്. ഇപ്പം ഗാർഡനിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നതേ ഉള്ളൂ. അതുപോലെ ഇതും കുറച്ച് ഗാർഡൻ ഫ്രഷ് മാങ്ങ തന്നെയാണ്, പക്ഷെ മാങ്ങ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ ചീര ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് സൂപ്പിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് വേണം. ഇത് തുവരപ്പരിപ്പാണ്. തുവരപ്പരിപ്പ് കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 2-3 സ്പൂൺ പരിപ്പ്. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ച് കൊണ്ടുവരണം. ഒരു 3-4 വിസിൽ കൊടുത്തിട്ട് ഈ പരിപ്പ് നല്ലതുപോലെ നമുക്ക് വേവിച്ച് കൊണ്ടുവരാം. ആദ്യം അതിനകത്തേക്ക് നമുക്ക് ഒരു 2-3 ചെറിയ അല്ലി വെളുത്തുള്ളി ഞാൻ ഇടുന്നുണ്ട് പരിപ്പിലേക്ക്. ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, കുറച്ച് മതി മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഒരു സ്വല്പം ഒരു നുള്ള് കായപ്പൊടി ചേർക്കുന്നുണ്ട്, വളരെ കുറച്ച് മതി. ഇത്രയും. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പരിപ്പ് കൊണ്ടല്ലേ ഈ സൂപ്പ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഗ്യാസിൻ്റെ ഒന്നും പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ച് കൊണ്ടുവരാം. പരിപ്പ് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചീര ഫുള്ള് അരിഞ്ഞു കൊണ്ടുവരാം. ചീരയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സൂപ്പിന് വേണ്ടിയിട്ട് വേവിച്ച പരിപ്പ് കുക്കറിൻ്റെ വിസിലൊക്കെ പോയി റെഡി ആയിരിപ്പുണ്ട്. നമുക്കിനി തുറന്ന് നോക്കാം. ഈ പരിപ്പിനെ നമുക്കിനി ഒന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലതുപോലെ വെന്തിട്ടുണ്ട്, എന്നാലും ചെറുതായിട്ട് ഒന്നും കൂടെ ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചീര അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒരു 2 പിടി ചീരയെല്ലാം ഉണ്ട്, അത് ഞാൻ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്താണ് വെച്ചിരിക്കുന്നത്, ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇളക്കിയിട്ട് നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കാം. തീ കത്തിക്കണ്ട, ഇങ്ങനെ വെറുതെ ഇത് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിത് തുറക്കാം. കണ്ടോ, ഈ ചീര ഇനി വേവിക്കേണ്ട ആവശ്യമില്ല. വെന്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് നഷ്ടപ്പെട്ടു പോകും, ഗ്രീൻ കളറ്. അപ്പോൾ ഇതുപോലെ അടച്ച് ഒരു 5 മിനിറ്റ് ചൂട് പരിപ്പിനകത്ത് ഇട്ട് വെച്ചാൽ ഇതുപോലെ ഈ പച്ച കളറോടുകൂടി തന്നെ നമുക്ക് ഈ സൂപ്പ് റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു 1/2 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുന്നതാണ്, ചീരയില ഇടുന്നതും തേങ്ങാപ്പാൽ ഒഴിക്കുന്നതും എല്ലാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് കുറച്ച് കുറവാണ്, നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ 1 സ്പൂണ് ഫ്രഷ് ക്രീമും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനല്ല, ഇത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചാൽ മതി. തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ച് റെഡിയാക്കുമ്പം കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടിരിക്കും. ഫ്രഷ് ക്രീം ചേർത്താൽ കുറച്ചും കൂടെ ഇനിയും ടേസ്റ്റി ആയിരിക്കും. അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചീര സൂപ്പ് റെഡിയായി. തടുക്ക പാനിലേക്ക് 1 ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചൂടായി അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി വെളുത്തുള്ളി. നമുക്കിത് സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിനി സൂപ്പ് സെർവ് ചെയ്യാം. നമ്മുടെ ഹെൽത്തി സൂപ്പ് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന്, നല്ല ഹെൽത്തിയുമാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ ചെയ്യാമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു സിമ്പിൾ റെസിപ്പിയുമായി നമുക്ക് മിയാനി കിച്ചണിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.